കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പുറത്ത് പോയപ്പോൾ കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങി വെച്ച മെറ്റീരിയൽ ആട്ടോ അത്. 1 മീറ്റർ വാങ്ങിയുള്ളൂ. 2-3 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ പഴനിക്ക് പോവാണ്. അപ്പോൾ ഇടാനായിട്ട് തയ്ക്കാൻ അത് പുറത്തിറക്കിയിട്ടുണ്ട്. ഞാൻ ആദ്യമൊക്കെ വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ എനിക്കറിയണ അല്ലെങ്കിൽ എന്നെ അറിയണ കുറച്ച് പേര് മാത്രമാണ് എനിക്ക് കമൻറ്റ് ഇടാറുള്ളത്. 2-3 ദിവസമായിട്ട് ഞാനറിയാത്ത അല്ലെങ്കിൽ എന്നെ അറിയാത്ത കുറച്ച് പേര് കമൻറ്റ് ഇടുമ്പോൾ എനിക്ക് നല്ല സന്തോഷമുണ്ട്. ആ സന്തോഷം എങ്ങനെയാണ് പറഞ്ഞറിയിക്കാൻ എനിക്കറിയില്ല. അപ്പോൾ അത് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക്. ഈ ഔട്ട് എടുക്കണ അന്നാട്ടോ ഞങ്ങൾ പഴനിക്ക് പോണത്. അപ്പോൾ ആ ഒരു വീഡിയോയും കൂടി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി. പഴനിയിലെത്തുമ്പോൾ ഇയാളുടെ തല മുട്ടടിക്കണമെന്നും കൂടി ആഗ്രഹമുണ്ട്, സമ്മതിക്കുകയാണെങ്കിൽ. അപ്പോൾ അതേ മെയിൻ കലാപരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളുടെ ഫാമിലി ഫുള്ളായിട്ട് പുറത്തേക്ക് അകലേക്ക് എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അത് പഴനിക്കാണ്. അപ്പോൾ പഴനി ട്രിപ്പ് ഞങ്ങളെ സംബന്ധിച്ച് ഒരു ടൂർ തന്നെയാണ്. ഇപ്പോഴും ഫാമിലി ഫുള്ളല്ല, എന്നാലും ഉള്ളവരൊക്കെ വെച്ച് പോവാണ്. അപ്പോൾ തമിഴ്നാട് എത്തിയപ്പോൾ തണൽ കണ്ടപ്പോൾ ഞങ്ങൾ കൊണ്ടുപോയ ഭക്ഷണം കഴിക്കട്ടെ. ഞങ്ങൾ ഭക്ഷണം വീട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾക്ക് നല്ല ക്ഷീണമൊക്കെ ആയി. അപ്പോൾ ആൾ കിടന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ പോണ വഴിക്ക് പേരയ്ക്ക വിൽക്കാൻ വെച്ചേനെ കണ്ടു. അങ്ങനെ അതൊക്കെ വാങ്ങി കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ പഴനിയിലെത്തി. 4 മണിയപ്പോൾ അവിടെ എത്തി. റൂം എടുത്തു, ഫ്രഷായി ഞങ്ങൾ പഴനിമല കയറാൻ പോവാണ്. അമ്പലത്തിൽ പോയി തൊഴുത് ഭക്ഷണം കഴിച്ച് അന്ന് കിടന്നുറങ്ങി. ഇത് പിറ്റേ ദിവസമാണ്. പിറ്റേ ദിവസം കാലത്ത് എണീറ്റിട്ട് ആളുടെ തല മുട്ടടിക്കാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ ഞങ്ങൾ തല മുട്ടടിക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആൾ വിചാരിച്ച പോലെ വാശിയൊന്നും ഉണ്ടായിരുന്നില്ല. മിണ്ടാണ്ട് ഇരുന്ന് തല മുട്ടടിക്കാനൊക്കെ സഹകരിച്ചു. അങ്ങനെ അച്ഛനും മോളും തല മുട്ടടിച്ച് വന്നു. റൂമിൽ പോയി വീണ്ടും ഫ്രഷായി വന്നിട്ട് തലയിൽ കളഭം തേച്ചിട്ട് ഞങ്ങൾ താഴെ തൊഴാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇപ്പോൾ അവിടെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. സൈഡിലൊക്കെ നിറയെ കടകളായിരുന്നു. ഇപ്പോൾ ആ കടകളൊന്നും കാണാനില്ല. അങ്ങനെ ഞങ്ങൾ താഴെ നിന്ന് പ്രാർത്ഥിച്ചു, മുകളിലേക്ക് കയറിയില്ല. എന്നിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയി. ഭക്ഷണം നെയ്റോസ്റ്റാണ് കഴിച്ചത്. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് തിരികെ റൂമിൽ വന്ന് ബാഗൊക്കെ പാക്ക് ചെയ്ത് തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. പഴനിയിൽ നിന്ന് തിരിച്ചു പോകുമെന്ന് പറയുമ്പോൾ മനസ്സിന് ഭയങ്കര ഒരു സങ്കടമാണ്. അങ്ങനെ പോണ വഴിക്ക് മാങ്ങയൊക്കെ വാങ്ങി കഴിച്ചു. പിന്നെ തമിഴ്നാട് ബിരിയാണി ട്രൈ ചെയ്തു. പിന്നെ മനസ്സൊന്ന് ഫുൾഫിൽ ആവാനായിട്ട് ഒരു ഐസ്ക്രീമും കൂടിയും കഴിച്ചു കേട്ടോ. പോണ വഴിക്കാണ് മലമ്പുഴയ്ക്ക് പോകാമെന്ന് തീരുമാനിച്ചത്. അങ്ങനെ ഞങ്ങൾ മലമ്പുഴ ഡാമിലേക്കും കൂടി ഒന്ന് കയറി. അവിടെ ചെന്ന് ആദ്യം കണ്ണിപ്പെട്ടത് റോപ്പ് വേ ആണ്. അപ്പം അതിൽ തന്നെ ആദ്യം കയറി. അതിൽ കയറിയിരിക്കുന്നതിന് മുമ്പ് നല്ല ധൈര്യമായിരുന്നെങ്കിലും കയറി ഇരുന്ന് കഴിഞ്ഞപ്പോൾ ധൈര്യമൊക്കെ പോയിട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഓക്കെ ആയി. അങ്ങനെ ഞങ്ങൾ അതിൽ മാത്രമാണ് കയറിയുള്ളൂ. അവിടെ ചെന്നിട്ട് അധികം ടൈം സ്പെൻഡ് ചെയ്യാനുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. ഈ ഒരു ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.